അപ്പോൾ സുഹൃത്തുക്കളെ, നാട്ടുകാരെന്ന നിലയ്ക്ക് നമുക്കിനി ചോദിക്കാൻ വളരെ കുറച്ച് ചോദ്യങ്ങളുള്ളൂ. സിമ്പിൾ ചോദ്യങ്ങളാണ്. നിങ്ങളെ വിശ്വസിച്ച് സർക്കാർ വീട് വേണ്ടെന്ന് വെച്ചവർ ഇനി എന്തു ചെയ്യും? അടുത്തത്, ഇനിയും നിങ്ങളെ വിശ്വസിച്ച് എങ്ങനെ പണം നൽകും? ഈ രണ്ട് ചോദ്യങ്ങൾ മാത്രമാണ് പൊതുജനങ്ങളെ മുമ്പിൽ നിൽക്കുന്നുള്ളൂ. കോൺഗ്രസിനോടാണ്. നിങ്ങളെ വിശ്വസിച്ച് സർക്കാർ തരുന്ന വീട് വേണ്ട, കോൺഗ്രസ് നിർമ്മിച്ചു തരുന്ന വീട് മതി എന്ന് പറഞ്ഞ് മാറി നിന്നവർ ഇനി എന്തു ചെയ്യും? നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു വീട് വെക്കാൻ ഇനി ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല. ഈ നിങ്ങളെന്ന് പറയുന്നത്, ഇത് പറഞ്ഞ ആളുടെ പേര് സണ്ണി ജോസഫാണ്. പിരിച്ച തുക ഭൂമിക്കും ആപ്പിനും ചെലവഴി വീട് നിർമ്മാണത്തിന് പണമില്ല. ആകെ കിട്ടിയ തുക എന്ന് പറയുന്നത് 5 കോടി ചില്ലറ തുകയാണ്. അത് മുഴുവൻ ഈ സ്ഥലം വാങ്ങിക്കാൻ വേണ്ടി ചെലവഴിച്ചു. തികയാത്തത് കൊണ്ട് 97 ലക്ഷം രൂപ KPCC ഫണ്ടിൽ നിന്ന് അടക്കം വാങ്ങിച്ചിട്ടാണ് അത്രേ ഭൂമി വാങ്ങിച്ചത്. 9.3 ലക്ഷം രൂപയാണത്രേ ഈ ഒരു പൈസ പിരിക്കാനുള്ള ആപ്പിന് വേണ്ടി ചിലവഴിച്ചത്. ഇപ്പോൾ ബാങ്കില് പൂച്ച പെറ്റ് കിടക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞത് നമ്മുടെ ഇദ്ദേഹമാണ്. ആര്? സണ്ണി ജോസഫാണ്. ഇങ്ങനെയാണ് തുടക്കണ്ടായത്. ഇപ്പൊ ഞാനും പ്രതിപക്ഷ അക്കൗണ്ട് ഹാൻഡിൽ ചെയ്യുന്നു. ആ അക്കൗണ്ടിൽ ഇങ്ങനെ ഇന്ന് നടന്ന ആ ഒരു പത്രസമ്മേളനത്തിൽ കാര്യങ്ങളൊക്കെ വ്യക്തമായിരിക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രതിപക്ഷ നേതാവ് പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ചോദിക്കും, പ്രതിപക്ഷ നേതാവേ, ഇതാ സണ്ണി ജോസഫ് KPCCക്ക് വേണ്ടിയിട്ട് സണ്ണി ജോസഫ് ഇങ്ങനെയൊക്കെ പറയുന്നു. ഈ പറയുന്നതിൽ വല്ല വ്യക്തതയുണ്ടോ? ഒന്ന് വിശദീകരിക്കാമോ എന്ന് സ്വാഭാവികമായിട്ട് നമ്മൾ VD സതീശൻ, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കും. അപ്പോൾ അദ്ദേഹത്തിന്റെ ഉത്തരം ഇങ്ങനെയാണ്. നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എന്റെ ഇടയിൽ കേട്ട് സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. ഞാൻ പെറ്റ ഡൈവേർഷൻ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ഞാൻ ചക്കയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ മനഃപൂർവ്വം, മാങ്ങ എന്ന് പറയുന്നത് ഏറ്റവും ടേസ്റ്റുള്ള ഒരു ഫ്രൂട്ടാണ്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളതും ചക്കയുടെ ചൊള. മാങ്ങ അതിന്റെ മഞ്ഞ കളർ മാത്രമല്ല, ഇടയ്ക്ക് ചുവന്നും കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഡൈവേർട്ട് ചെയ്തുകൊണ്ടേയിരിക്കും ഒരു വിഷയത്തിൽ നിന്ന്. തൊട്ടപ്പുറത്ത് പറയുന്ന ഒരു സംഗതി കേൾക്കുകയില്ല. നോക്കൂ, ഇപ്പോൾ അറിയേണ്ടത്, പത്രപ്രവർത്തകർക്ക് അറിയേണ്ടത്, ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ KPCCയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഉത്തരം. ഇതിൽ എത്രത്തോളം ശരിയുണ്ട്? VD സതീശൻ ചേട്ടന് പറയാനുള്ളത് ഇങ്ങനെയാണ്. ഞാൻ പെറ്റ മകനെ, എന്റെ റാസാവേ എന്നുള്ള ആ അമ്മയുടെ ഒരു നിലവിളിയുണ്ട്, ചങ്കു പൊട്ടുന്ന ഒരു നിലവിളിയുണ്ട്. ഞങ്ങളൊക്കെ സങ്കടം വന്നാണ്. ഒരു കൊച്ചു പയ്യൻ SFI പ്രവർത്തകൻ അവിടെ മരിച്ചപ്പോ ചങ്കു പൊട്ടുന്ന ഒരു അമ്മയുടെ നിലവിളിയുണ്ട്. എന്റെ റാസാവേ, ഞാൻ നിങ്ങൾ മിണ്ടായിരിക്കും, ഞാൻ മറുപടി പറയുമ്പോൾ നിങ്ങൾ സംസാരിക്കും. ഞാൻ പെറ്റ മകനെ എന്ന് പറയുന്ന ഒരു വിളിയുണ്ട്. നിങ്ങൾ എന്റെ ഇടയിൽ കയറി സംസാരിക്കാൻ പാടില്ല. നിങ്ങൾ ഇനി ചോദിക്കണ്ട എന്നോട്. അല്ലല്ല, ഇടയിൽ കയറി സംസാരിക്കരുത്. അതിനുള്ള അധികാരങ്ങൾക്കില്ല. ഞാൻ KPCC, ഞാൻ പ്രതിപക്ഷ നേതാവാണ് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾക്ക് പെട്ടെന്ന് വ്യക്തമാവുന്ന രീതിയിൽ ഒരു വീഡിയോ കൂടിയുണ്ട്. ഞാൻ അവരെ കൺസെന്റ് എടുത്തിട്ടില്ല, അവർ ക്ഷമിക്കുന്നു വിചാരിക്കുന്നു. ഇങ്ങനെയാണ് തുടക്കം. ചെമ്പും പാട്ടിയിലെടുത്ത് പോന്നേ. സർക്കാർ കൊടുത്ത വീട്ടിലെല്ലാം സാധനങ്ങൾ സർക്കാർ കൊടുത്തു. കോൺഗ്രസ് കൊടുത്ത വീട്ടിലെല്ലാം സാധനങ്ങൾ നമ്മൾ തന്നെ വാങ്ങണം. അല്ല, കോൺഗ്രസ് കൊടുത്ത വീടുണ്ടാ? പറ്റിക്കപ്പെട്ട ആളല്ലേ? ഇനിയും കൂടി വാ, നമുക്കൊന്ന് പോരേ കാര്യമായിട്ട് പോവാ. മാർബിൾ അല്ലേ? അല്ല, ഇതെല്ലാം തന്നെ ബാധിയോ? ഇനി എന്തെല്ലാം സാധനം വാങ്ങാനുണ്ട് പോരക്ക്? തേക്കിന്റെ ബാധില നല്ല ഉറപ്പാ. ഓ അല്ല, രാജീവന്റെ പൊരേതനു. രാജീവന്റെ പൊരാന്ന് പറഞ്ഞാല് ബിയാത്തുവിന്റെ പൊരേന്റെ അപ്പുറം. ഇനി ഇവിടെ അശോകന്റെ പൊരയുണ്ട്. അശോകന്റെ പൊര അയ്യപ്പുറത്തല്ലേ? അത് തന്നെ. ഇങ്ങനത്തെ എങ്ങോട്ടേനും പോട്ടെ. എനക്കൊന്ന് രാജീവന്റെ വർക്ക് പോണോ? നല്ല ട്രോളാട്ടോ, വർത്താനം പറഞ്ഞ് പോണോ? ഭീകര ട്രോളാ. അല്ല, എത്ര കോടി ഉറുപ്പ്യ കോൺഗ്രസ് തിരിച്ചേ? അതാ പെല്ലടോ. കൂടി പിരിച്ച പൈസക്ക് കയ്യൂല്ല, കണക്കൂല്ല. അല്ലോ, ആനല്ലടോ എനിക്ക്. എന്തായാലും സുഹൃത്തുക്കളെ, ഇപ്പൊ വയനാട്ടുകാരനെ ഇങ്ങനത്തെ ഓരോ വീഡിയോ ഇട്ട് ട്രോളാൻ തുടങ്ങിയിട്ടുണ്ട്. യാഥാർത്ഥ്യം പറയുകയാണെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ജനങ്ങൾക്കുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് എനിക്ക് തോന്നിപ്പോകുന്നത് കേട്ടോ.
നോക്കൂ, ഒരു പ്രബലമായിട്ടുള്ള ഒരു പാർട്ടി പിരിക്കാൻ വേണ്ടിയിട്ട്, വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പിരിക്കാൻ വേണ്ടി ആപ്പ് ഉണ്ടാക്കിയിട്ടും അവർക്ക് ആകെ കിട്ടിയത് വെറും 5 കോടി രൂപയാണ്. അത്ര 5 കോടി എന്നൊക്കെ പറയുന്നത് വെറും എന്ന് തന്നെ പറയണം. കേരളത്തെ സംബന്ധിച്ച് വെറും 5 കോടി രൂപയാണ് അത്ര. അതിന് 6 കോടി രൂപയാക്കിയിട്ട് അരമണിക്കൂർ നേരത്തെ ആക്കിയിട്ട് അവര് സ്ഥലം വാങ്ങിച്ചു. ഇനി 5ന്റെ പൈസ വീട് വെക്കാനില്ല, അതിന് വേറെ പിരിക്കണം. എൻ്റെ സംശയം, ഇത്രയധികം നാട്ടുകാരെ പറ്റിച്ച ഇവർക്ക് ഇനി നാട്ടുകാർ പിരിവ് നൽകുമോ എന്നാണ്. കഴിയുമെങ്കിൽ ഉത്തരം നൽകണേ. ബൈ.